കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. തൃശൂർ പൂരത്തിനുൾപ്പെടെ നിരവധി ഉത്സവങ്ങളിൽ വർഷങ്ങളോളം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. 50 വർഷത്തിലേറെ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏതാണ്ട് 5 പതിറ്റാണ്ടോളം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തൃശൂർ പൂരത്തിൽ നിറസാന്നിധ്യമായിരുന്ന മേള കലാകാരനാണ് വിടവാങ്ങിയത്. കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് അദ്ദേഹം ഒന്ന് മാറി നിന്നത്. അത് പ്രായാധിക്യം കൊണ്ടുള്ള അവശതകൾ മൂലം. അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. സംസ്കാരം ഒക്കെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, 5 പതിറ്റാണ്ടുകാലം പൂരനഗരിയെ മേളത്തിൽ ആറാടിച്ച മാരാറാണ് ആദരിച്ചിരിക്കുന്നത്. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മേളത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. തൃശൂർ പൂരത്തിന് ഇതിനും അതോടൊപ്പം തന്നെ പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണിത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലും തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇന്ന് ഒല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അവിടെയായിരിക്കും ഈ ഒരു മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുക. എന്തായാലും രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്തരിച്ച വാർത്ത ഈ നാടാകെ അറിയുന്നത്. പൂരപ്രേമികൾക്കൊക്കെ തന്നെ വലിയ തരത്തിലൊരു വിഷമം. അദ്ദേഹം ഈ മേളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷവും മാറി നിന്ന സമയത്തും എല്ലാവരും അത് പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും പ്രശസ്തനായിട്ടുള്ള ഒരു മേള കലാകാരൻ തന്നെയാണ് ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി ഈ കലാചാരി പുരസ്കാരം, വാദിമിത്ര പുരസ്കാരം, ധന്വന്തരി പുരസ്കാരം, അതുപോലെ തന്നെ ഓരോ ക്ഷേത്രങ്ങളും ആറാട്ടുപുഴയിലും അടക്കം അദ്ദേഹത്തിന് വലിയ തരത്തിലൊരു ആദരവ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള അദ്ദേഹം ഈ വാദ്യ കലാരംഗത്ത് അദ്ദേഹം ഇത്രയധികം വർഷക്കാലം പൂരപ്രേമികളുടെയും മേളപ്രേമികളുടെയും ഒക്കെ ഹൃദയം കവർന്നെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.